ശുഭദിനം ആശംസിച്ചുകൊണ്ട് 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രം. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കണം. ബിസിനസ് വിപുലീകരിക്കുന്നതിനുള്ള മികച്ച സമയമാണ്. പ്രണയജീവിതം തഴച്ചു വളരും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. മത്സര പരീക്ഷകളിൽ നല്ല ഫലം നേടുവാൻ സാധിക്കും. സർക്കാർ ജീവനക്കാർക്ക് ഔദ്യോഗിക ജീവിതത്തിൽ സുപ്രധാന നേട്ടം കൈവരിക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് അവരുടെ മേഖലകളിൽ ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. നിലവിലുള്ള നിയമപരമായ കാര്യങ്ങൾ അനുകൂലമായി സംഭവിക്കും. എതിരാളികളെ തോൽപ്പിക്കുന്നതിൽ വിജയിക്കും. വിദേശ രാജ്യങ്ങളിൽ ഉള്ളവർക്ക് പേരും ബഹുമാനവും വിജയവും ലഭിക്കും. വിദേശത്ത് പോകുവാൻ അവസരം ലഭിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ജോലിക്ക് അപേക്ഷിച്ചവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിച്ചേക്കാം. പ്രിയപ്പെട്ടവരോട് വാത്സല്യത്തോടെ പെരുമാറുകയും അവരിൽ നിന്നും പിന്തുണ നേടുകയും ചെയ്യും. ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങൾ പ്രതീക്ഷിച്ചതിലും ഗുണം ചെയ്യുന്നതായി മാറും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. കുട്ടികൾ സുഖപ്രദവും ആഡംബരവുമായ ജീവിതം നയിക്കും. പ്രശസ്തരായ ആളുകളുമായുള്ള സമ്പർക്കവും സഹകരണവും ശക്തമാകും. ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ അവ സഹായകമാകും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇളയ സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. അവിവാഹിതർ ഭാവി ജീവിത പങ്കാളിയെ കണ്ടെത്തും. കർമ്മരംഗത്ത് അധികാരം വർദ്ധിക്കും. വളർച്ചയുടെ വഴികൾ ബിസിനസ്സിൽ ദൃശ്യമാകും. പൂർവികർ അല്ലെങ്കിൽ കുടുംബ ബിസിനസ് വഴി ലാഭം ലഭിക്കും. വായ്പ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. അഹങ്കാരം ഒഴിവാക്കുവാനും ശാന്തത പാലിക്കുവാനും ശ്രദ്ധിക്കണം. പ്രണയബന്ധം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയിൽ അകപ്പെടും. അനാവശ്യ സംസാരം മൂലം വലിയ വിപത്തുകൾ ക്ഷണിച്ചു വരുത്തും. അധിക ചെലവുകൾ സാമ്പത്തിക അവസ്ഥയെ മോശമായി ബാധിച്ചേക്കാം. അടുത്തത് പൂയം നക്ഷത്രമാണ്. പ്രണയജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ബോസുമായി ചില തെറ്റിദ്ധാരണകൾ വന്നേക്കാം. അതിനാൽ ശാന്തതയോടും ക്ഷമയോടും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. തിരക്കേറിയ ജോലി കാരണം കുടുംബാംഗങ്ങളുമായി വേണ്ടത്ര സമയം ചിലവഴിക്കുവാൻ സാധിക്കുകയില്ല. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ജീവിതത്തിൽ സമ്മർദ്ദം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. പണനഷ്ടം ഉണ്ടാകാം. പുതിയ സംരംഭത്തിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. അനാവശ്യമായ യാത്രകൾ ആരോഗ്യത്തെ ബാധിക്കും. ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. അതിനാൽ രണ്ടുപേരും തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. അടുത്തതായി മകം നക്ഷത്രമാണ്. അവിവാഹിതർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കാം. കുടുംബകാര്യങ്ങളിൽ സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കും. ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ആരോഗ്യം അനുകൂലമായി തുടരും. ബിസിനസ്സുകാർക്ക് നല്ല കാലഘട്ടമാണ്. സംരംഭങ്ങൾ ക്രമേണ വളരും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ഭാഗ്യം നിങ്ങൾക്ക് വ്യത്യസ്ത വരുമാന സ്രോതസ്സുകൾ കൊണ്ടുവരും. പ്രൊഫഷണലുകൾ അവരുടെ കരിയറിൽ ഉയർച്ച ദൃശ്യമാക്കും. എന്നിരുന്നാലും വ്യക്തിപരമായ തലത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പിരിമുറുക്കത്തിനും സങ്കടത്തിനും സാധ്യതയുണ്ട്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് മികച്ച സമയമാണ്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾ അവരുടെ പഠന മേഖല വിപുലപ്പെടുത്തും. നേരത്തെ എടുത്ത വായ്പ തിരിച്ചടയ്ക്കുവാൻ സാധിക്കും. നിലവിലുള്ള ശമ്പളം വർദ്ധിച്ചേക്കാം. ബിസിനസ് വിപുലീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വിജയിക്കും. കരിയറിൽ ഇത് ഗുണം ചെയ്യും. അടുത്തത് അത്ത നക്ഷത്രമാണ്. ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുമായുള്ള നല്ല ബന്ധം ഗുണം ചെയ്യും. ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളുടെ ശമ്പളം വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. വ്യക്തിപരമായി പ്രയോജനകരമായ ഒരു പുതിയ പ്രൊജക്റ്റിൽ പ്രവർത്തിക്കുവാൻ കഴിയും. ഇണയിൽ നിന്നും പരിപൂർണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. പൂർവിക സ്വത്തിൽ നിന്നും പ്രയോജനങ്ങൾ ലഭിക്കും. പുരോഗതിയുടെ പാതയിൽ മുന്നേറും. മുൻകാലങ്ങളിൽ നടത്തിയിരുന്ന ശ്രമങ്ങൾ വിജയം കൈവരിക്കുവാൻ സാധിക്കും. പുതിയ ആളുകളെ പരിചയപ്പെടുവാനുള്ള അവസരം ഉണ്ടാകും. ബിസിനസ് വളർത്തുവാൻ ഇത് സഹായകരമാകും. അടുത്തത് ചോതി നക്ഷത്രമാണ്. ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലൂടെ ബിസിനസ്സുകാർക്ക് നേട്ടമുണ്ടാകുവാൻ സാധിക്കും. പുതിയ വായ്പ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. മക്കളുടെ വിജയത്തിൽ അഭിമാനം ഉണ്ടാകും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധത്തിൽ ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വരാം. എതിരാളികളെ തോൽപ്പിക്കുവാൻ കഴിയും. ബിസിനസ്സിനും പ്രൊഫഷണൽ വികസനത്തിനും പുതിയ അവസരങ്ങൾ ലഭിക്കും. വിദേശയാത്രയ്ക്കുള്ള അവസരവും ലഭ്യമാകും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അവിവാഹിതർക്ക് അവരുടെ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടാം. നിയമപരമായ കാര്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തീരുമാനം എടുക്കുന്നത് ഒഴിവാക്കുക. ധനം ചിലവഴിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്.
മേലുദ്യോഗസ്ഥരുമായുള്ള ചില തെറ്റിദ്ധാരണകൾ ജോലിയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താം. പിതാവിനോട് സൗഹാർദ്ദപരവും മര്യാദയോടും കൂടി പെരുമാറാത്ത പക്ഷം ആ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വന്നേക്കാം, ചെലവുകൾ വർദ്ധിക്കാം, ജീവിത പങ്കാളിയുമായുള്ള ബന്ധം വഷളായേക്കാം. അടുത്തത് മൂലം നക്ഷത്രമാണ്. പ്രണയിക്കുന്നവർക്ക് വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ ഉചിതമായ സമയമല്ല. മുതിർന്നവരുമായും കീഴ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തുമ്പോൾ വാക്കുകൾ നിയന്ത്രിക്കുക. പ്രൊഫഷണൽ ഇമേജിനെ അല്ലെങ്കിൽ ഇത് ദോഷം സംഭവിച്ചേക്കാം. ഉയർന്ന ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. അപ്രതീക്ഷിത യാത്രകൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പങ്കാളിത്ത ബിസിനസ് നടത്തുന്നവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാം. മാതാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. പ്രണയിനിയുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാൻ സാധിക്കും. പ്രമോഷനോ ശമ്പള വർധനവോ ലഭിച്ചേക്കാം. ബിസിനസ്സുകാർ പുതിയ പ്രൊജക്റ്റുകളിൽ പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ കരാറുകളിൽ ഒപ്പിടാനും സാധിക്കും. ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടും. ജോലിസ്ഥലത്ത് പ്രശസ്തി വർദ്ധിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ആവശ്യമുള്ള വളർച്ച കൈവരിക്കുന്നതിന് ബിസിനസ്സുകാർക്ക് കാലതാമസം നേരിടും. പിതാവിൻ്റെ ആരോഗ്യം മോശമാകുന്നതിനെ തുടർന്ന് കുടുംബത്തിൽ സമ്മർദ്ദം വർദ്ധിക്കും. വ്യക്തിപരമായ ജീവിതത്തിൽ പുതിയ പ്രണയബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് സാധിക്കും. മനസ്സംതൃപ്തി വർദ്ധിപ്പിക്കുന്ന ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. ജോലിസ്ഥലത്ത് മത്സരങ്ങൾ നേരിടേണ്ടി വരുന്നതായിരിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ജോലിസ്ഥലത്ത് ക്ഷീണം അനുഭവപ്പെടും. അതിനാൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ബിസിനസ്സുകാർക്ക് പങ്കാളിയുടെയോ അല്ലെങ്കിൽ സബോർഡിനേറ്റ് ജീവനക്കാരുടെയോ പിന്തുണ ലഭിക്കുകയില്ല. കോപം നിയന്ത്രിക്കണം. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അടുത്തത് ചതയ നക്ഷത്രമാണ്. എതിരാളികളെ തോൽപ്പിക്കുന്നതിലും നിയമപരമായ കാര്യങ്ങളിൽ വിജയം നേടുന്നതിലും നിങ്ങൾ വിജയിക്കും. ബിസിനസ്സുകാർക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ നേടുവാൻ കഴിയും. അത് ബിസിനസ് വിപുലീകരിക്കുവാൻ സഹായകരമാകും. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും പ്രയോജനം ലഭിക്കും. അടുത്തത് പൂരുരുട്ടാ നക്ഷത്രമാണ്. ജീവിതം ആവേശവും ഊർജവും നിറഞ്ഞതായിരിക്കും. ഇറക്കുമതി കയറ്റുമതി മേഖലയിലോ മൾട്ടിനാഷണൽ കമ്പനികളിലോ ജോലി ചെയ്യുന്നവർക്ക് പ്രയോജനകരമായ ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വ്യക്തിഗത തലത്തിൽ നിങ്ങളുടെ പങ്കാളിയുടെ പിന്തുണ തുടർന്നും ലഭിക്കും. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സ്വത്ത് സമ്പാദിക്കുന്നതിനുമുള്ള പുതിയ അവസരങ്ങൾ ലഭിക്കും. മാനസിക സംതൃപ്തി വർദ്ധിപ്പിക്കുന്ന ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണയും സ്നേഹവും ലഭിക്കും. ജോലിസ്ഥലത്ത് മത്സരങ്ങളെ നേരിടേണ്ടി വരും. അവസാനമായ രേവതി നക്ഷത്രമാണ്. ഹോബികളും കഴിവുകളും ഒരു കരിയറാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവ്, അതായത് ഈ ദിവസം അനുകൂലമായി ഉപയോഗിക്കുവാൻ കഴിയും. സഹോദരങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ജോലിസ്ഥലത്ത് അംഗീകാരത്തിനും സ്ഥാനക്കയറ്റത്തിനും സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മികച്ച ദിവസമായിരിക്കും. ആശയവിനിമയം നടത്തുന്നതിനുള്ള അപാകതകൾ ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഇന്നത്തെ വിഷയം ഇവിടെ നടത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.